അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഈ നേരത്തെ റെഡിയാവുമ്പോൾ എങ്ങനെയൊക്കെ വെച്ചാൽ ഇന്ന് ഇവിടെ ഓഫീസിലെ സെലിബ്രേഷനാണ്. ഈ ഒരു ഇതായിട്ട് സാരി പണ്ടേ ഒരു പൊട്ടിപ്പോവോന്ന് വെച്ചിട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. പക്ഷേ എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ഞാൻ അത്ര പറയുള്ളൂ. പക്ഷെ എൻ്റെ മേക്കപ്പൊക്കെ പോയിട്ടാ ഫുള്ള് ചൂടെടുത്ത് ചത്ത് ഞാൻ പാൻ്റ് എടുത്തിക്കണം. പിന്നെ മുടി കഴുകിയതൊന്നും മുടി അധികം ഉണങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എന്താ വളയൊക്കെ ഇടുന്നത്. ഞാൻ വളയൊന്നും അങ്ങനെ ഇടാറില്ല സാധാരണ. അതിട്ട് അതെ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അവൾ പറയുന്നുണ്ട് പെണ്ണായിട്ട് എന്നെ കാണണമെങ്കിൽ ഇന്ന് കണ്ടോളൂ എന്ന്. അത് കണ്ടോളൂ ഗൈസ്, പെണ്ണാണ് ഞാൻ. ഇവള് ഒരു 4 വർഷം കഴിഞ്ഞ പക്ഷെ ഞാനങ്ങനെ ഇല്ല കേട്ടോ, എനിക്ക് അത്ര പ്രായമായിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ അമ്പലത്തേക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അകത്തേക്കൊന്നും കയറുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ എന്നും പോകുന്ന അമ്പലത്തേക്ക് തന്നെയാണ് പോയത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ ഏകദേശം വന്ന് തുടങ്ങുന്നുണ്ട്. ഒരു 7:30 ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് കുളങ്ങരയ്ക്ക് പോകുമായിരുന്നു, പക്ഷെ പോയില്ല. പക്ഷെ നമ്മൾ ഇവിടെ ദക്ഷിണമൂർത്തി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് ഗോപുരം കാണുന്ന പോലെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പിന്നെ കുളമുണ്ട്, അവിടെ ഒരു വാതിൽ പോലെ ഉണ്ട്. ഫുള്ള് വെറുതെ കുളിച്ചുവിട്ട കുട്ടിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു പോയി. എന്റെയാ ഗൈസ്. അപ്പോൾ ഞാൻ എന്താ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ബാഗൊക്കെ എടുത്തിട്ടുണ്ട്, ആലോചിക്കട്ടെ ഇടണോ വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഹോസ്റ്റലിൽ അല്ല ഓഫീസിൽ വിഷു പരിപാടിയിൽ. അപ്പം നമ്മൾ ഓഫീസ് എത്തിയിട്ട് പഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടി പോകണ്ട. അപ്പോൾ അതാ രാവിലെ തന്നെ സിന്ധേച്ചി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും നല്ല സുന്ദരികളായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ സെറ്റുമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പിന്നെ കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഇതെൻ്റെ XXL സെക്കൻഡ് വിഷു ആണ് ഞാൻ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു കണിയും കണ്ടായിരുന്നു, ഫസ്റ്റത്തെ കണി. അതായത് നമ്മൾ ക്യാബിലേക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പോലെ തോന്നിയായിരുന്നു. നിങ്ങൾ എന്തായാലും പറയാം. പിന്നെ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ക്യാബിൽ. ശരണ്യ എന്നിട്ട് ചോദിക്കുന്നു, നീ എന്നെയാണോ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പൊ സംസാരിക്കുന്നത്. നീ സെൽഫി എടുക്കാന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. സിസ്റ്റമൊക്കെ ഓണാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂം. ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടാണ്. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് തന്നെ ചെയ്യുന്നില്ല എനിക്കാരും. പിന്നെ നമ്മുടെ സിസ്റ്റമൊക്കെ ഓണാക്കി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ഇതായിട്ട് അതൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും സമയമായിട്ട് നമ്മൾ കോൺഫറൻസ് പിന്നെ നമ്മുടെ ഫുള്ള് പരിപാടി കോൺഫറൻസ് കോളിലായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ വിഷുവിന് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ദൃശ്യ വ്ളോഗ്സ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ അഞ്ജലി വന്നിട്ട് ഇൻട്രൊഡക്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ആമ്പൊക്കെയായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാലുസാറുടെയും ഹരിപ്രയുടെയും ആണ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സജിൻചേട്ടന്റെയും ജ്യോതിശ്വരുണ്ട്. ജ്യോതിച്ച് പറഞ്ഞാൽ നമ്മുടെ വാനമ്പാടിയാണ് കേട്ടോ, ടർബോലിക്സിന്റെ വാനമ്പാടിയാണ്. ആൾക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ടർബോലിക്സ് ഫുള്ളി യൂട്യൂബ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ ഒരു അടിപൊളി കിടുകച്ചിയായിട്ടാണ് നമ്മുടെ ആളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാലുസാർ ബിമൽ സാറും ശ്രുതി മാമിന്റെയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ അവര് നല്ല പ്ലാനിങ് ആണ്, വെൽ പ്രിപ്പയർഡ് എന്നൊക്കെ പറയുന്ന പോലെ പ്ലാനിങ്ങിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും വിമൽ സാറിനായതുകൊണ്ട് നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് എന്നൊക്കെ പറയില്ലേ. പിന്നെ എനിക്ക് ദൈവം ഇങ്ങനത്തെ കഴിവൊന്നും തരാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും ഇല്ലായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. നമ്മളത് മുഖത്തേക്ക് വെച്ചിട്ട് അത് നമ്മൾ കൈ യൂസ് ചെയ്യാതെ അത് വായിക്കെടുത്ത് കടിക്കണം. അപ്പൊ സബിതേച്ചി എന്താണ് പറയാ, ക്ഷമയുടെ നെല്ലിപ്പലക വരെ ചവിട്ടിയിട്ടാണ് അത് ഇങ്ങനെ ഇട്ട് അതാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. പിന്നെ ഏറ്റവും വികൃതമായ രൂപങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാണ്ട്, ഓരോ എക്സ്പ്രഷനിലും കാര്യങ്ങളൊക്കെ. അവിടെ ജിഷ്ണു സാറുണ്ട്, അഭിജിത്തിന്റെ എല്ലാവരും ഉണ്ട്, ശ്രുതി മാമും. അത് കഴിഞ്ഞ് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എ ടീം ആയിരുന്നു, പക്ഷെ ബി ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കാര്യമില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ആ സമ്മാനം ഞാൻ അവർക്ക് വിട്ടുകൊടുത്ത എന്ന രീതിയിലാക്കിയിട്ട് നമ്മളിതാ ഇറങ്ങി. ഇവിടെ ഇങ്ങനെ അധോലോകം ഉണ്ടോ? ഗൈസ്, ഇപ്പൊ നമ്മൾ കമ്പത്തിരി കത്തിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് കമ്പത്തിരിയൊക്കെ കത്തിച്ചു വിട്ടാ. അപ്പൊ ഞാനിതാ വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഞാൻ ഈ ഫ്ലോറിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കമ്പത്തിരി കത്തിച്ചു. പിന്നെ അവിടെ വിഷുചക്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കറങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം കഴിച്ച് പടക്കം, വിഷുവിന്റെ ഇതെന്ന് പറഞ്ഞ ഹൈലൈറ്റ് ചെയ്യുന്ന പടക്കവും കമ്പത്തിരിയൊക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ നമ്മളത് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പടക്കില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പൊട്ടിക്കാനുള്ള സ്ഥലം നമുക്കില്ലല്ലോ. അപ്പൊ നമ്മള് ഇതിനെ കത്തിക്കുമ്പോ തന്നെ പുകഞ്ഞ് അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന് കത്തിക്കുന്നുണ്ട് സംഭവം. എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര നന്നായിരുന്നു. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് ശരണില എൻ്റെ ഇവിടെ ലൈറ്റില്. ഹൈ ഗൈസ്. അപ്പോൾ പടക്കം, അതെ, ഭയങ്കര പടക്കം പോകാം ഫുള്ള് മൊത്തത്തിൽ അക്കൗണ്ട്സിന്റെ നെടുന്തൂണും വലന്തൂണും എല്ലാ തൂണും. അതെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും ഗ്രൂപ്പിൽ വീണ്ടും മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. ടൈമായി ഫുഡ് കഴിക്കാൻ വേണ്ടിച്ച് കോൺഫറൻസ് കോളിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ സദ്യ കഴിക്കാൻ പോകണം. പക്ഷേ ഫുഡൊക്കെ പരപരാന്നായിട്ടും ഞാനാണെങ്കിൽ ഇന്ന് മൈക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. എന്തായാലും നമുക്ക് പോയിട്ട് സദ്യ കഴിച്ചിട്ട് വരാം. എ സോഫിയ. അപ്പൊ ദിവ്യേച്ചിയും പ്രവീണേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഹായ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രവീണേച്ചിക്ക് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ ചാനലും ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞ പോലെ ടർബോലെക്സ് യൂട്യൂബ് ചാനൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.